ആലപ്പുഴ കോർത്തശ്ശേരിയിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കൊച്ചി കടവന്ത്ര സ്വദേശിനി സുഭദ്രയുടേത് എന്ന സംശയം. സുഭദ്രയെ കാണാതായി എന്ന മകന്റെ പരാതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുഴിച്ചുമൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് സുഭദ്രയെ കാണാതായത്. കോർത്തശ്ശേരിയിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന നിതിൻ മാത്യു, ശർമിള എന്നിവർക്കായി പോലീസ് അന്വേഷണം കർണാടകയിലേക്ക് ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സുഭദ്ര മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലം ഈ മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിലെ പിന്നെ ഈ കോർത്തശ്ശേരി ഭാഗമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവിടെ 2 ദമ്പതികൾ ഇവിടെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. അവരോടൊപ്പമാണ് വന്ന് ഈ സുഭദ്ര താമസിച്ചിരുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണുന്നുണ്ട്. ഇനി അതിൻ്റെ ഫർദർ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ബോഡി ഇപ്പം കാണാതായിട്ടുള്ള സുഭദ്രയുടെ ബന്ധുക്കൾ, മക്കൾ അടക്കമുള്ളവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സുഭദ്ര എന്ന് സംശയിക്കുന്ന സ്ത്രീ മാത്യുവിന്റെ വീട്ടിലെത്തിയിരുന്നതായി അയൽവാസി കുട്ടച്ചൻ പറഞ്ഞു. ഇവിടെ 2-3 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇവരിടയ്ക്കിടക്കാണോ ഇവിടെ വന്നു പോകുന്നത്? ഇടയ്ക്ക് ഇവരുടെ വീട്ടിലൊക്കെ പോകും. ഇടയ്ക്ക് ഇവിടെയൊക്കെ അരിയഞ്ച് ഭക്ഷണം ഇവിടെയൊക്കെ ചെയ്യണം. സുഭദ്രയാണെന്ന് അറിയത്തില്ല. ഒരു ചേച്ചി ഇവർക്കൂടി ഒരു സുഭദ്ര എന്നാണെന്ന് അറിയത്തില്ല. ആരാണ് പേരൊന്നും അറിയത്തില്ല. ജസ്റ്റ് അവരിങ്ങനെ ഞങ്ങൾ ഇവരുടെ പണി ചെയ്തപ്പോൾ ഇങ്ങനെ അവരുടെ കൂടി പിന്നെ വരുന്നത് കണ്ടായിരുന്നു. ഞാൻ സഹകരിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആളുമായിട്ട് തയ്ക്കുന്ന ആളുകളൊക്കെ നല്ല സ്വഭാവമായിരുന്നു. സ്വന്തം വീട് കാട്ടൊരു പള്ളിയോട് പറഞ്ഞത്. ഇവര് ഇവനെ പോലീസ് അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞിട്ട് അവരെ കണ്ടിട്ട് പോലീസ് 2-3 ആഴ്ചക്ക് മുമ്പ് ഇവിടെ. മാത്യൂസിന്റെയും ശർമിളയുടെയും വിവാഹത്തിന് ഇടനിലനിന്നത് സുഭദ്രയാണെന്നും കടവന്ത്രയിലെ അയൽവാസി പറഞ്ഞു. സുഭദ്രയും ശർമിളയും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും കൊച്ചി കടവന്ത്രയിൽ നിന്ന് ശ്യാംകുമാറിന് ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മഹിബാലിലേക്കാണ്. മനീഷ്, ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ പോലീസ് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? ഉന്മേഷ, എന്താണെങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ CCTV ദൃശ്യങ്ങളാണ്. ഇവരെ എറണാകുളത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ മാധ്യമങ്ങളോട് ശേഷം സിസ്റ്റമാറ്റിക് ആയിട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ മനീഷ് മഹിബാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധിക സുഭദ്രയുടെയെന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കണ്ടെത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നുണ്ട്. പക്ഷേ ആ സംശയം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലുണ്ടായിരുന്ന ദമ്പതികളെ കാണാനില്ല എന്ന് പറയുന്നു. അവർ കേരളത്തിന് പുറത്താണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും പുതിയ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കാണാതായ സുഭദ്രയെ കൊച്ചി കടവന്ത്രയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുവെന്നാണ് മനീഷ് മഹിബാൽ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ ഒട്ടേറെ സംശയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നതിനുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുഭദ്ര അവിടെ എത്തിയിരുന്നതായി പ്രദേശവാസികൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ആ വീട്ടിലെത്തിയിരുന്നതായി, ഇടയ്ക്കിടെ ആ വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്ന തരത്തിൽ പ്രദേശവാസികളൊക്കെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ് ഇത്തവണ സംഭവിച്ചത് എന്നതാണ് അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം. ഇത് കൊലപാതകമാണോ എന്നതടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ശ്യാംകുമാർ കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കടവന്ത്രയിൽ നിന്ന്. ശ്യാംകുമാർ, ഈ കടവന്ത്രയിൽ ഇവരുടെ സമീപവാസികളടക്കം എന്ത് വിവരമാണ് നൽകുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ശ്യാംകുമാർ. ഉന്മേഷ, ഇവിടെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ വീട്ടിലാണ് ഈ സുഭദ്ര താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് അവരെ കാണാതാകുന്നതും. സംഭവ ദിവസം രാവിലെ അവരെ കണ്ട ദൃക്സാക്ഷികൾ ഉൾപ്പെടെ നമ്മളോട് അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇവിടെ നിന്ന് പോയ ശേഷമാണ് സുഭദ്രയെക്കുറിച്ച് പിന്നീട് വിവരമില്ലാതാകുകയും പ്രദേശവാസികൾ അക്കാര്യം മക്കളോട് അറിയിക്കുകയും മകൻ രാജീവ് ഇവിടെ വന്ന് തിരക്കിയ ശേഷം അവരെക്കുറിച്ച് വിവരമില്ല എന്നറിയുകയും തുടർന്ന് കടവന്ത്ര പോലീസിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത്. ആ മിസ്സിംഗ് കേസ് കേന്ദ്രീകരിച്ച് അവരുടെ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ആലപ്പുഴയിൽ അവസാന ലൊക്കേഷൻ കണ്ടെത്തുന്നത്. ആലപ്പുഴ തീർത്ഥശ്ശേരിക്ക് അടുത്തുള്ള കോർത്തശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ലൊക്കേഷൻ
കണ്ടെത്തിയിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ആ ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവരെ ദുരൂഹത സംശയിക്കും. അവരുടെ ഫോണിലേക്ക് വന്ന ചില കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അവരെ അവിടെ പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് മരണം അറിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികളെ തേടിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഉടുപ്പിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവസാനമായി ഈ കടവന്ത്രയിലെ ഇവിടെ നിന്ന് അവർ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നാണ് സുഭദ്ര പോയിരിക്കുന്നതും ഇവിടേക്ക് ഷർമിള എന്ന് പറയുന്ന ആ യുവതിയും അവരുടെ ഭർത്താവും ഉൾപ്പെടെ എത്താറുണ്ടായിരുന്നുവെന്നും ഇവർക്ക് അവരുമായി കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. ഏതായാലും മക്കൾ ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയാണ് സുഭദ്ര. ആ 74 വയസ്സുകാരിയാണ് ഇവിടെ നിന്ന് ഈ റോഡ് വഴിയാണ് അങ്ങ് പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് തിരിച്ചു വരാത്ത ആ പോക്കിലാണ് പരാതികൾ ഉയരുന്നതും അന്വേഷണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടതായി മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും നാട്ടുകാർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിശദീകരണം പറയുന്നുണ്ട്. ഏതായാലും പോലീസ് എത്തി അവരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. നിലവിൽ കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ റോഡ് വഴിയാണ് സുഭദ്ര അവസാനം ഇവിടെ നിന്ന് പോയത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിരുന്നു. ഏതായാലും സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സ്വർണം എടുക്കാനുള്ള ശ്രമമാണോ ആ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഉൾപ്പെടെ സംശയിക്കുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന 2 പ്രതികളെയും ഷർമിളയെയും അയാളുടെ ആൺ സുഹൃത്തിനെയും പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. അവർ ഉടുപ്പിയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. സുഭദ്രയുടെ കയ്യിലുണ്ടായിരുന്ന വളകൾ ഉൾപ്പെടെ അവിടെ നിന്ന് കണ്ടെത്തിയതായും പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമാകും ഈ കേസിൽ എന്തിനാണ് സുഭദ്രയെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയതെന്നും സുഭദ്രയെ അപകടപ്പെടുത്തിയത്, കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നുള്ളതുമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്യാംകുമാർ, ഇപ്പോൾ ഈ പരിസരവാസികളടക്കം എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? കാരണം എങ്ങനെയും ഈ കുടുംബവുമായി സുഭദ്രയ്ക്ക് ബന്ധമുണ്ടാകുന്നു. ഈ കുടുംബത്തിലെ ആരെങ്കിലും നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടോ ഈ സുഭദ്രയെ കൂട്ടിക്കൊണ്ടുപോയത്? അങ്ങനെ അതുമൊക്കെയായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ പ്രദേശവാസികൾ? ശ്യാംകുമാർ, ഈ പ്രദേശവാസികൾ നേരത്തെ നമ്മളുമായി സംസാരിച്ചപ്പോൾ നൽകിയ വിവരം, സുഭദ്ര ഇവിടെ എല്ലാവരുമായും വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവരെ അവസാനമായി കണ്ട വിവരവും എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നില്ല. ഏതായാലും അവരുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളൊക്കെ നേരത്തെ സംസാരിച്ചപ്പോൾ ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വീട് സുഭദ്രയുടെ സ്വന്തം വീടായിരുന്നു. ഇതിന് മുകളിലാണ്, ഇതിന്റെ താഴത്തെ നിലയിൽ സുഭദ്ര താമസിക്കുകയും മുകളിൽ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. മൊഴികൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എസ് ശ്യാംകുമാറാണ് ഇപ്പോൾ കടവന്ത്രയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു വിവരം മനീഷ് മഹിവാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അറിയിക്കുന്നത്, ഇത് കൊലപാതകം എന്ന് തന്നെ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഇരുകൂട്ടരും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നതായ സൂചന ഇപ്പോൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞുവെന്നാണ് മനീഷ് മഹിവാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴയിൽ